ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് 5 പൈസ ഗോ ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ. മാർക്കറ്റ് പ്രൊഫൈൽ MCX വീക്കിലി റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. എവിടെയും ഓയിൽ ക്രൈസിസിനെ കുറിച്ച് മാത്രമേ മാർക്കറ്റ് പറയാവുള്ളൂ. ഓയിൽ ക്രൈസിസ് തന്നെയാണ്. ക്രൂഡ് ഓയിൽ പോയ പോക്ക് നിങ്ങൾ 8500 ഭാഗത്തേക്ക് ക്രൂഡ് ഓയിലാണ് ഇന്നലെ ഹൈ അടി 8500 മുകളിൽ ഹൈ അടിച്ചു. നമ്മുടെ US ഓയിൽ ഓൾമോസ്റ്റ് $92 മുകളിലൊക്കെ പോയിട്ട് തിരിച്ച് 90.90 ഭാഗത്തേക്ക് ചുരുക്കി പറഞ്ഞ $90 മുകളിൽ ഹെവി ആയിട്ട് ക്ലോസ് ചെയ്തു. ചുരുക്കി പറഞ്ഞ മാർക്കറ്റിൽ ഹെവി ഇഷ്യൂസ് ഉണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ അമേരിക്കയുടെയും ഇറാന്റെയും ഇസ്രായേലിലെ ഇഷ്യൂ കാരണം ഹോർമിസ് കടലിലേക്ക് അടച്ചിരിക്കുന്നു പറഞ്ഞു. അത് കാരണം അതിൽ ആ ഭാഗത്തുള്ള ഊർജത്തിന്റെ, അതായത് എനർജിയുടെ അതായത് ഓയിലിന്റെയും നാച്ചുറൽ ഗ്യാസിന്റെയും മൂവ്മെന്റ് നടക്കുന്നില്ല. പൊതുവെ അതൊരു മാർക്കറ്റിൽ ഭീതി ജനിച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിക്കാതെ ഓയിലിന്റെ പ്രൈസ് താഴേക്ക് വരുന്നതിനെ കുറിച്ച് ഒരു ചിന്തയും വേണ്ട. ഇപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമുക്ക് വീക്കിലി മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസ് ചെയ്ത ശേഷം നെക്സ്റ്റ് വീക്കിലേക്കുള്ള റിവ്യൂയിലേക്ക് കടക്കാം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നമ്മുടെ എക്സ്ചേഞ്ച് USD ഒരു നമ്മുടെ മൺഡേയിൽ ഗ്യാപ്പ് ഓപ്പൺ ചെയ്ത് 5400 ഭാഗത്തൊക്കെ അത് ഓപ്പൺ ചെയ്താണ്. പക്ഷേ അവിടുന്ന് ഹെവി സെല്ലിങ് മാർക്കറ്റിലേക്ക് വന്നു. ഹെവി സെല്ലിങ്ങോടുകൂടി ട്യൂസ്ഡേ താഴേക്ക് ഇറങ്ങി ഏകദേശം $5000 ഭാഗത്തേക്ക് വന്ന് ഒരു ലോവർ സ്ട്രക്ചർ ഫോം ചെയ്തു. 5370 ഭാഗത്ത് ഒരു അപ്പർ സ്ട്രക്ചറും ഫോം ചെയ്തതിനു ശേഷം അതിനകത്ത് കിടന്നാണ് വെനസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ മാർക്കറ്റ് കിടന്ന് കളിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇത് മൺഡേ വെച്ച് നോക്കുമ്പോൾ ഗോൾഡ് എക്സ്ചേഞ്ച് USD ഒരു ട്രെൻഡിങ് ഡൗൺ ഡേ ആയിരുന്നു. പക്ഷേ അതൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്തു. 5226-നും $5000 ഇടയ്ക്കുള്ള റേഞ്ചിനകത്ത് ഒരു ബാലൻസ് ഗോൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ റേഞ്ച് ഓൾമോസ്റ്റ് സെയിം ആണ്. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നോക്കി അറിയാൻ പറ്റും, നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഗോൾഡ് പക്ക ഒരു ബാലൻസ് ഫോർമേഷൻ ഉണ്ട്. 5000 ഭാഗത്ത് ഒരു ബൈയിങ് ഗോൾഡ്, $5000 ഭാഗത്ത് ഗോൾഡ് ഒരു ബൈയിങ് കാണുന്നുണ്ട്. 5300 ഭാഗത്ത് ഗോൾഡ് ഒരു സെല്ലിംഗ് ആണ്. ചുരുക്കി പറഞ്ഞ ഒരു $300 ഭാഗത്ത് ഗോൾഡ് ശാന്തമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. $5000 പൊട്ടുകയാണെങ്കിൽ ഗോൾഡ് എങ്ങോട്ട് പോവാം? ഈ 4875-80 ഭാഗത്തേക്ക് വരാം. ഇല്ല 5300 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഫ്രഷ് ഒരു മൊമെന്റം ഗോൾഡിൽ വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. സോ ഗോൾഡിനെ സമയത്ത് പോവുകയാണെങ്കിൽ ഗോൾഡ് മാക്സിമം പോയാൽ ഈ 3 ദിവസം റേഞ്ചും കൂടെ നമുക്ക് മെർജ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. സോ ഗോൾഡ് $5210 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ ഏരിയ ഹൈ ആയി $5280 ഭാഗത്തേക്ക് പോകാനും, അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 5300, 5320, അതിന് മുകളിൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ POC 5386 ഭാഗത്തേക്ക് വരാം. $5000 ഗോൾഡ് പൊട്ടുകയാണെങ്കിൽ തിരിച്ച് എങ്ങോട്ട് വരാം? 4985-ഉം 4965 സ്ട്രോങ് സപ്പോർട്ടാണ്. അതിന് താഴെ 4919-ഉം ഈ ഒരു സിംഗിൾ പ്രിന്റ് വന്ന ഏരിയയായ 4872 ഭാഗത്തേക്ക് ഒരു സപ്പോർട്ട് എടുക്കാം. ചുരുക്കി പറഞ്ഞാൽ 5000-ന് താഴെ 4875 വരെ വരാനും, 5220-ന് മുകളിൽ 5300, 5375 വരെ പോകാനുള്ള ചാൻസും ഗോൾഡിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് ഗോൾഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി സിൽവർ, ഒരു കാര്യമില്ല. സിൽവർ മൺഡേയിൽ $98 ഭാഗത്തൊക്കെ പോയ സിൽവർ $96 ഭാഗത്ത് വന്ന് ഹെവി സെല്ലിങ്ങോട് കൂടി ട്യൂസ്ഡേ വന്നു. അത് ഏകദേശം $77 ഭാഗത്ത് കിടന്ന് കളിച്ചതിന് ശേഷം സിൽവർ ഇപ്പം $86-നും $78-9 ഇടയ്ക്കുള്ള റേഞ്ചിൽ കിടന്ന് കളി. ചുരുക്കി പറഞ്ഞാൽ സിൽവർ കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചത് പക്ക ഒരു ബാലൻസ് ആണ്. ഒരു ട്രെൻഡിങ് ഡൗൺ വന്നിട്ട് ഗോൾഡ് സംഭവിച്ചതുപോലെ പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് ആണ്. ഈ $78 ഭാഗത്ത് സിൽവറിന് സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. അതേപോലെ $91-92 ഭാഗത്ത് സിൽവറിൽ ഹെവി സെല്ലിംഗ് ഉണ്ട്. സോ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ 78-നും 92-നും ഇടയ്ക്കുള്ള റേഞ്ചിനകത്ത് സിൽവർ കിടന്ന് കളിക്കുന്നത് കൊണ്ട് ഇങ്ങനെ റേഞ്ച് പ്ലേ മാത്രമേ സിൽവറിൽ പറ്റുള്ളൂ. $96 മുകളിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മാത്രമേ ഹെവി ആയിട്ടുള്ള അപ്വേർഡ് മൂവ്മെന്റ് വരുള്ളൂ. $74 താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ സിൽവർ എങ്ങോട്ട് പോകുള്ളൂ? കുറച്ച് $60 ഭാഗത്തേക്കുള്ള ടെസ്റ്റ് വളരെ പോസിബിൾ. ചുരുക്കി പറഞ്ഞാൽ ഒരു ബാലൻസ് ആണ് പ്രഷ്യസ് മെറ്റലിൽ ഉള്ളത്. ഞാൻ അങ്ങനെ വലിയൊരു മൊമെന്റം ഒന്നും പ്രഷ്യസ് മെറ്റലിൽ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതുകൊണ്ട് മാത്രമാണ് ബോണ്ട് ഈൽഡ് കൂടുന്നുണ്ട്. അമേരിക്കയുടെയും അതുകൂടാതെ ബാക്കിയുള്ള കൺട്രികളിലൊക്കെ ബോണ്ടിന്റെ ഈൽഡ് മാർക്കറ്റിൽ കൂടുന്നത് കൊണ്ട് പ്രഷ്യസ് മെറ്റൽ സ്റ്റാൻഡ് ഓഫ് ആയി ഒരു
ബാലൻസ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ആയിരിക്കും ഞാൻ കൂടുതൽ കാണുന്നത്. സോ ഇതായിരിക്കും പ്രഷ്യസ് മെറ്റൽ എനിക്കൊരു വീക്ക്ലി വ്യൂ പറയാനുള്ളത്. ലെവൽസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക, അതനുസരിച്ച് റെഡി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എനർജിയിലേക്ക് വരാം. ആദ്യം നമുക്ക് ഏതിലേക്ക് പോവാം? നാച്ചുറൽ ഗ്യാസിലേക്ക് പോവാം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കിയാൽ നാച്ചുറൽ ഗ്യാസ് പക്ക ഒരു എന്തുവാണ്, മൺഡേയിൽ ഒരു ചെറിയൊരു 264 ഭാഗത്ത് നിന്ന് പോയി $283 ഭാഗത്ത് റെസിസ്റ്റൻസ് എടുത്തു. ട്യൂസ്ഡേയിൽ അത് ബ്രേക്ക് ചെയ്തു, 295 ഭാഗത്ത് റെസിസ്റ്റൻസ് എടുത്തു. തിരിച്ച് താഴേക്ക് ഇറങ്ങി വീണ്ടും 269 270 ഭാഗത്ത് ബൈയിങ് ഡിമാൻഡ് ഉണ്ടായിരുന്നു. അവിടുന്ന് തിരിച്ച് കയറി വീണ്ടും 285 95 ഭാഗത്ത് കട്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അതിന് മുകളിൽ ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ക്രൂഡിനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ 290 300 എന്ന് പറഞ്ഞ സ്ട്രോങ് റെസ്റ്റ്, ഈ 300 മുകളിൽ പോയാൽ മാത്രമേ നാച്ചുറൽ ഗ്യാസിൽ ഒരു ഫ്രഷ് മൂവ്മെന്റ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ 270 300 ഇടയ്ക്കുള്ള റേഞ്ച്, 270 265 300 ഇടയ്ക്കുള്ള റേഞ്ചിൽ കിടന്ന് കളിക്കാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസ് കാണുന്നത്. 300 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഈ POC ആയ 317 ഭാഗത്തേക്കും അതിന് മുകളിൽ 325 ഭാഗത്തേക്ക് നാച്ചുറൽ ഗ്യാസ് MCX പോവാം. 325 മുകളിൽ സ്ലൈറ്റ്ലി ഒരു 333 ഭാഗത്ത് റെസിസ്റ്റൻസ് ഉണ്ട്. അത് പൊട്ടുകയാണെങ്കിൽ നാച്ചുറൽ ഗ്യാസിന്റെ ഹെവി ഫയറിംഗ് വരും. ആ ഫയറിംഗ് വേണമെങ്കിൽ ഈ സിംഗിൾ പ്രിന്റ് അപ് ടു എവിടം വരെയാണ്? 368 വരെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 301 മുകളിൽ നാച്ചുറൽ ഗ്യാസിന് ഒരു മൊമെന്റം എടുക്കാം. ആ മൊമെന്റം ട്രേഡിംഗ് എങ്ങോട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം? 317 325 331 331 മുകളിൽ അതൊരു വിക്ടോറിയസ് മൊമെന്റം വേണമെങ്കിൽ തരാം. അതായത് വിക്ടറി തരുന്ന, സന്തോഷം തരുന്ന ഒരു മൊമെന്റം തരാം. ആ മൊമെന്റം എങ്ങോട്ട് കൊണ്ടുപോകാം? 367 ഭാഗത്തേക്ക് MCX കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. നാച്ചുറൽ ഗ്യാസിൽ ഞാൻ സെൽ ഓർ ഡൗൺ ഡിപ്പ് എന്ന് പ്രതീക്ഷിക്കുന്നില്ല. 265 255 265 255 ഇടയ്ക്കുള്ള ഡിമാൻഡ് സോൺ ഇപ്പോഴും നാച്ചുറൽ ഗ്യാസിൽ വർക്ക് ആവുന്നുണ്ട്. ആ ഭാഗത്തേക്ക് കിട്ടുമെങ്കിൽ ഞാൻ അവിടെ വെച്ച് ഒരു ബൈയിങ്ങിനെ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ചാൻസ് ആയിരിക്കും ഞാൻ കൂടുതൽ കാണുന്നത്. ഇതാണ് എനിക്ക് നാച്ചുറൽ ഗ്യാസിൽ പറയുന്നത്. ഡിപ്പ് ഓൺ ബൈയിങ് ആണ് നാച്ചുറൽ ഗ്യാസിൽ പറയാനുള്ളത്. സെൽ 301 മുകളിൽ ഫ്രഷ് ബ്രേക്ക്ഔട്ട് വേണമെങ്കിൽ വരാം. 317 325 330 അതിന് മുകളിൽ 367 വരെ പോകാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്കൊരു ലെവൽ പറയാനുള്ളത്. ക്രൂഡ് ഓയിൽ ട്രെൻഡിങ് വീക്ക് ആയിരുന്നു. ട്രെൻഡിങ് വീക്ക് എന്ന് പറഞ്ഞാൽ ട്രെൻഡിങ് വീക്ക് ആയിരുന്നു ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ഹെവി ട്രെൻഡിങ് വീക്കാണ്. 8550 $8600 മുകളിൽ ക്രൂഡ് ഓയിൽ, 600 മുകളിൽ MCX ക്രൂഡ് ഓയിൽ നിൽക്കുകയാണെങ്കിൽ ഇനിയും ഒരു ട്രെൻഡിങ് മൊമെന്റം വരാം. എനിക്ക് പ്രതീക്ഷയുണ്ട്. 7000-നും 7100 ഇടയ്ക്കുള്ള റേഞ്ചിനകത്ത് ഈ ഭാഗത്ത് കിട്ടുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൽ ഇപ്പോഴും ഒരു ബൈയിങ് തന്നെയാണ് ഉള്ളത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് 8650 മുകളിൽ ക്രൂഡ് ഓയിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 9081 അതിന് മുകളിൽ 9550 അതിന് മുകളിൽ 9981 പഴയ ആൾ ടൈം ഹൈയുടെ ഭാഗത്തേക്ക് ക്രൂഡ് ഓയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഡിപ്പ് ബൈയിങ് ആണ് ഞാൻ ഇപ്പോഴും ക്രൂഡ് ഓയിലിനെ കുറിച്ച് പറയുന്നത്. 7000 ഭാഗത്ത് കിട്ടുമ്പോൾ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് ഒരു ഡിപ്പ് ബൈയിങ് ഇപ്പോഴും ആക്റ്റീവാണ്. സോ പ്രഷ്യസ് മെറ്റലിൽ ഞാനൊരു ബാലൻസ് മോഡ് ആക്റ്റീവ് ആക്കുന്നു. ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ബൈ ഓൺ ഡിപ്പ് എന്ന് പറയുന്ന മോഡാണ് ഞാൻ ആക്റ്റീവ് ആക്കുന്നത്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ ഓപ്ഷൻസിന്റെ പ്രൈസ് ഹെവിയാണ്, മാർജിൻ വളരെ ഹെവിയാണ്. സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ ഡിപ്പിൽ കിട്ടുമ്പോൾ ബൈ ചെയ്തതിനേക്കാൾ നല്ലതാണ് ഏറ്റവും വലിയ എളുപ്പം. അല്ലാതെ നമ്മൾ മാർക്കറ്റ് കയറുന്ന പൊസിഷൻ പിടിച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് അടിച്ച് കളഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ പറയും എന്താണ് മാർക്കറ്റ് മോഡോട്ട് കയറി എൻ്റെ സ്റ്റോപ്പ് അടിക്കാൻ വന്നതിന് ശേഷം ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി 7000-ന്റെ 6500-600-ന്റെ ഇടയ്ക്കുള്ള ഭാഗത്തൊക്കെ ക്രൂഡ് ഓയിൽ കിട്ടുമെങ്കിൽ ഡിപ്പ് ബൈങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. 265-ന്റെ ഭാഗത്തേക്ക് നാച്ചുറൽ ഗ്യാസ് കിട്ടുമെങ്കിൽ ഡിപ്പ് ബൈങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഇല്ല ഒരു ബ്രേക്ക് ഔട്ട് ബൈനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ 302-ന് മുകളിൽ നാച്ചുറൽ ഗ്യാസ് ബ്രേക്ക് ഔട്ട് ബൈയെ കുറിച്ച് ചിന്തിക്കാം. 8650-ന് മുകളിൽ ക്രൂഡ് ഓയിലിൽ ഒരു ബ്രേക്ക് ഔട്ട് ബൈയെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം. സോ പ്രഷ്യസ് മെറ്റലിൽ ഞാനൊരു ബാലൻസ് മോഡാണ്, റേഞ്ച് പ്ലേ ആണ് പ്രതീക്ഷിക്കുന്നത്. ഡിപ്പ് ബൈയിങ് ആയിരിക്കും ഞാൻ എനർജി സെക്ടറിൽ പ്രതീക്ഷിക്കുന്നത്. എനർജി സെക്ടറുടെ ഈ വാർ ക്രൈസിസ് കഴിയാതെ എനർജി സെക്ടർ ഇങ്ങനെ ഹെവി വോൾട്ടൈൽ ഫ്ലക്ച്വേഷൻ തരാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ കാണുന്നത്. സോ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി സൺഡേ, ഹാപ്പി ട്രേഡിംഗ്.